അത് ഇപ്പൊ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നതിലല്ല, രണ്ടു കൂട്ടർക്കും ഒരേ രീതിയിൽ ആ വേദന വന്നിരിക്കുന്നത്. അതും നമ്മുടെ ആദ്യ അഗ്നിയും ഭദ്രയും തമ്മിൽ എന്താണ് ബന്ധം എന്നറിയണം. അതെ തിരുമേനി, ഞങ്ങളൊക്കെ എങ്ങനെ ഇതില് പറയാം. തിരുമേനി, ഒരു സംശയം, ഇതവരുടെ പുനർജന്മമാണോ? അതെങ്ങനെ ശരിയാവും? പുനർജന്മം എന്ന് പറയുമ്പോൾ ഒരു ജന്മം കൂടിയെന്നല്ലേ? ഇതിപ്പോ 2 ജന്മങ്ങളല്ലേ? അതെ, ആദ്യം അഗ്നിയും എന്തിനാ 2 ജന്മമായിട്ടെടുത്തത്? അത് മാത്രോ? അപ്പൊ ഈ വീരകാലം തെയ്യമായിട്ട് ഇവർക്കെന്താ ബന്ധം? എല്ലാം ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും. എല്ലാം ഞാൻ ഇപ്പോ തന്നെ തീർത്തു തരാം. മനുഷ്യന് പുനർജന്മം എന്ന് പറഞ്ഞാൽ 7 ജന്മങ്ങളാണ്. അതിൽ 4 ജന്മങ്ങൾ മനുഷ്യന് വേണ്ടിയും ബാക്കിയുള്ള 3 മൃഗങ്ങൾക്ക് വേണ്ടിയുമാണ്. അതിൽ എത്ര പേർക്ക് കഴിഞ്ഞ ജന്മങ്ങൾ ഓർക്കാൻ കഴിയുമെന്ന് ഉറപ്പുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയുള്ള ഒരുപാട് പേര് ആ ജന്മങ്ങൾ താണ്ടി വന്നവരാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഓർമ്മയില്ലതാണ്. എടുത്തു പറയുകയാണെങ്കിൽ മഹാരുദ്രവീരൻ അത് അഗ്നിയാണ്. വീരധരൻ സേന അത് ആദിയാണ്. മഹാരുദ്രവീരന്റെ മാതാപിതാക്കളാണ് ജഗന്നാഥനും അംബികയും. പ്രേയസിയുടെ മാതാവ് സരസ്വതി, പ്രേയസിയുടെ മിത്രം മാനവ്. ധരന്റെയും ശോരികയുടെയും 3 വയസ്സ് പ്രായം മാത്രം കണ്ടിരുന്ന കുഞ്ഞ് അത് അവനാണ്. രാജഗുരു ജനാർദ്ദനൻ. ശൂരികാറാണിയുടെ പിതാവായ ചന്ദ്രവർമ്മൻ അത് കൈലാസാണ്. ഞാനാ? ധരൻ സേനയുടെ വാഹനമായ കുതിര അത് ശ്രാവണാണ്. പൊടത്തിണ്ടി. കുരുത്തം കെട്ടവനെ മുന്നോട്ടിരിക്കും. സോറി വലിയ തിരുമേനി. തിരുമേനി, ഈ ധരൻ സേനയും മഹാരുദ്രവീരനും 2 കാലഘട്ടത്തിലെ ജന്മങ്ങളല്ലേ? അവരെങ്ങനെ ഓരോ ജന്മത്തിൽ ആദ്യം അഗ്നിയാവും ജനിക്കണം? അത് അന്നൊന്നിക്കാൻ കഴിയാത്തവർ പുനർജന്മം എടുത്തതാണ്, അതും 2 വ്യക്തികളായിട്ട്. ധരനും മഹാരുദ്രവീരനും 2 ജന്മമായിട്ടാണ് ജന്മമെടുത്തതെങ്കിൽ അവരുടെ ഭാര്യമാരും അതുപോലെ 2 ജന്മം എടുക്കേണ്ടതില്ലേ? അതെ. പക്ഷേ ഭദ്ര 1 ജന്മമല്ലേ എടുത്തിട്ടുള്ളൂ. അതെ, ഇനി ചിലപ്പോ അവർക്ക് 2 പേർക്കും ഒരാളായിരിക്കോ? എനിക്കും സംശയമില്ലാതില്ല. കുഞ്ഞോൾ ആദ്യേട്ടൻ്റെ അടുത്ത് പോയിട്ട് ദേവാന്ന് വിളിച്ചതല്ലേ? അതെ. അല്ല തിരുമേനി, ഇവരൊക്കെ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വില്ലനും ജന്മം എടുത്തിട്ടുണ്ടാവില്ലേ? പിന്നല്ലാതെ. എങ്കിൽ ആരാണത്? ഒരിക്കലും അതിപ്പോ ആരാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഈ കൂട്ടത്തിലുണ്ട്. ജന്മമുദ്ര എന്ന വണ്ണം അയാൾ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലമായി ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാകും. അത് വെച്ച് ഒരു പക്ഷെ നിങ്ങൾക്ക് അയാളെ മനസ്സിലാക്കാം. അയാളും നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ ആ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കാണണം. ജാഗ്രതയായിട്ടിരിക്കുക. തിരുമേനി ഇപ്പോഴും ഉത്തരം പറഞ്ഞില്ല. ഭദ്ര ചില ഉത്തരങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാനെന്നാൽ മടങ്ങട്ടെ, എനിക്ക് തിരികെ പോകാൻ സമയമായിരിക്കുന്നു. ജനാർദ്ദനൻ കൃഷ്ണനെയും കൂട്ടി എന്നെ കാണാൻ വരേണ്ടതാണ്. വേറെ ആരെയും കൂടെ കൂട്ടണ്ട. ശരി വലിയ തിരുമേനി. തിരുമേനി, അപ്പൊ അഗ്നി? നാഗക്കാവില് അവസാനമായി നിങ്ങൾ എന്നാണ് പോയത്? അതന്ന് അവസാനത്തെ പൂജ നടന്നില്ലേ? അന്നായിരുന്നു തിരുമേനി. എങ്കിൽ അവിടെ തിരയൂ. മാനു, സച്ചു, വാടാ ആടാ. മോനെ, അവിടുത്തെ കാര്യങ്ങൾ എന്തായി? അച്ഛൻ പേടിക്കാനൊന്നുമില്ല. അവൻ ട്രിപ്പ് ഇട്ട് കിടക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം. ശരി മോനെ. എന്നാലും അതെങ്ങനെയാണല്ലേ? സത്യം, ആദ്യം അഗ്നിയും ഇങ്ങനൊരു ജന്മത്തിലാണ് വന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല.
വലിയ തിരുമേനി പറഞ്ഞതുപോലെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. പ്രേയസി കുഞ്ഞോളും രുദ്രൻ അഗ്നിയും ധരൻ ആദ്യമാണെങ്കിൽ ശോരിക ആരാണ്? സംശയം എന്തോ കുഞ്ഞോള് തന്നെ. അതെങ്ങനെയാ? നിനക്കെന്താ മനസ്സിലാവാത്തത്? രണ്ടുപേര് 2 ജന്മം എടുത്തു. പക്ഷെ ഒരാൾ ഒറ്റ ജന്മാണെങ്കിലോ? അതെ, അല്ലെങ്കിൽ കുഞ്ഞോള് ആദ്യയുടെ അടുത്ത് പോയിട്ട് ദേവാന്ന് വിളിക്കില്ലല്ലോ. അപ്പൊ 2 പേർക്ക് ഒരാളോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അവർ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാതിയും ജന്മം എടുത്തിട്ടുണ്ടാവും. അത് ഒരാളാവുന്ന എന്താ എത്ര നിർബന്ധം? 2 പേരുണ്ടെങ്കിലോ നമുക്കിടയിൽ ആരെങ്കിലും ആണെങ്കിലോ? അത് മാത്രമല്ല, ജന്മം എടുക്കാതിരിക്കാനും ചാൻസ് ഉണ്ടല്ലോ. എല്ലാവരും ജന്മം എടുക്കുന്നു, എന്താ എത്ര നിർബന്ധം? ഇവിടെയുള്ള ആരും തന്നെ, നിങ്ങൾ ആരും തന്നെ 2ാം ജന്മം എടുത്തവരല്ല. അപ്പോൾ പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ആദിക്ക് ഒരു പാതി ഉണ്ടെങ്കിൽ അത് അവൻ തന്നെ കണ്ടുപിടിച്ചോളൂ. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ മുമ്പിൽ തന്നെ വരും. അതുവരെ നിങ്ങൾ കാത്തിരിക്കും. അല്ലാതെ കുഞ്ഞുങ്ങളെ പിടിച്ച് അതിൽ കിടല്ല വേണ്ടത്. ചാരു, നീ അവരെ പൊട്ടത്തരം കേട്ടിരിക്കാതെ ഇങ്ങോട്ട് വന്നേ. ഷാനു, എന്താടാ മോനെ? ഷാലു ചേച്ചി, എനിക്ക് ആദ്യേട്ടനെ ഇഷ്ടമാണ്. ഇനി എല്ലാവരും പറഞ്ഞ പോലെ കുഞ്ഞോളാവോ? ആദ്യേട്ടന്റെ എനിക്ക് പേടിയാവുന്നു. ആദ്യേട്ടനെ എനിക്ക് നഷ്ടാവോ? അയ്യേ, ഇത്രയും ബോൾഡും സ്ട്രോങ് ആയ എന്റെ ഷാനുമോൾ എന്തിനിങ്ങനെ കിടന്ന് കരയുന്നേ? ആദ്യ ധരൻസേനയുടെ പുനർജന്മമാണ് എന്ന് വെച്ചാ ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ. ഒരു വാക്കേ ഉള്ളൂ, ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ അവളെ തന്നെ മരണം വരെ സ്നേഹിക്കും. അങ്ങനെയുള്ളവൻ എന്റെ ഷാനുവിനെ ഇട്ടിട്ട് പോകുന്നു എങ്ങനെ നിനക്ക് ചിന്തിക്കാൻ തോന്നി? എന്നാലും അദ്ദേഹം സ്നേഹിച്ച പെൺകുട്ടി തിരിച്ചു വന്നാൽ എന്ത്? നിന്റെ ചേച്ചി അവളെ അടിച്ചു പുറത്താക്കും. ഞാൻ തമാശ പറഞ്ഞതല്ല, എന്നാൽ എനിക്കത് തമാശയാടാ തോന്നുന്നത്. നീ മിണ്ടാതെ ഇരുന്നോ. എന്റെ മോൾ ഇഷ്ടപ്പെടുന്നത് എന്തായാലും മോളുടെ തന്നെയാകും. ആദ്യം സ്വന്തമാവില്ല. എന്റെ മോൾ ഓവർ തിങ്ക് ചെയ്യാണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കും. ചേച്ചി അപ്പത്തിന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വരാം. എന്താണ് കണ്ണൂടെ? എപ്പോഴും അതെ മേത്ത് വന്നിങ്ങനെ മുട്ടണം. മത്തിങ്ങ പോലുള്ള 2 കണ്ണ് വെച്ചിട്ടുണ്ടല്ലോ, എന്തിനാ അത് കൊണ്ട് നടക്കുന്നത്? ആൾക്കാര് പോകുന്നത് കാണാനും പറ്റൂല. അത് ഞാൻ എന്താ ഞാൻ? ഇനി എന്റെ മുമ്പിൽ ഇതുപോലെ കണ്ടുപോകരുത്. ഇനി കണ്ട ഞാൻ ചെരുപ്പ് ഒരു എടുത്ത് അടിക്കും. ഞാനതിന് ഒന്നും ചെയ്തില്ലല്ലോ. അവളിപ്പോ എന്തിനാ എന്നെ ചീത്ത പറഞ്ഞത്? അല്ല, അവളെ ചീത്ത പറഞ്ഞത് എനിക്കതൊരു വിഷമാണ്. എനിക്കതൊരു വിഷമം. ഏട്ടാ, അത് ഞാനിത് എവിടെയാ? അത് ഏട്ടൻ ഇപ്പോ ഹോസ്പിറ്റലിലോ? എന്തിന്? എനിക്കെന്താ പറ്റിയത്? ഏട്ടനത് എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഇതുവരെ കേട്ടത് ഞാൻ ഏട്ടനോട് പറയാൻ പോവാണ്. ഇതാരുണ്ടാക്കിയ കഥയാണ്? ഓരോ കെട്ടുകഥ കൊണ്ടുവന്ന് ഓരോന്ന് പറയും. ഏട്ടാ, ആദ്യം ഇതൊക്കെ തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ നമ്മുടെ മുമ്പിൽ തെളിവുകളൊക്കെ ഓരോന്നോരോന്നായി ഇങ്ങനെ നിൽക്കുന്നു വരുമ്പോ സ്റ്റോപ്പ് ദിസ് ആദി. നമ്മളെ മൈൻഡിന് അങ്ങനെ ഒരു പവർ ഉണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നടക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് അവിടെ ഉണ്ടാവുന്നത് പോലെ നമുക്ക് തോന്നിക്കും. ഒന്നില്ലെങ്കിലും നീ ഒരു ഡോക്ടറല്ലേ, ഇതൊക്കെ നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ശരി, എന്നേട്ടൻ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. എന്ത്? ഏട്ടൻ എങ്ങനെയാണ് ഇന്നലെ നാഗക്കാവിൽ എത്തിയത്? നാഗക്കാവിലോ? അതിന് ഞാൻ നാഗക്കാവിൽ പോയില്ലല്ലോ. അത് ഏട്ടന് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ 3 പേരെ ഏട്ടനെ കണ്ടത് ആ നാഗക്കാവിൽ നിന്നാണ്. അവിടുന്ന് ഞങ്ങൾ എടുത്തോണ്ട് ഹോസ്പിറ്റലിലോട്ടാ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഏട്ടന് ഇന്നലെ നടന്നതൊന്നും ഓർമ്മയില്ല. അതും മൈൻഡിന്റെ കളി തന്നെയാണെന്ന് ഏട്ടന് പറയാൻ പറ്റോ? ഇപ്പൊ നമുക്ക് വേണ്ടത് ഇതിന്റെ ഒക്കെ സത്യങ്ങളാണ്. എന്താ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ അറിയണം. അതിന് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മളിതിൽ ഇറങ്ങണം, നമ്മളിത് കണ്ടുപിടിക്കണം. ഏട്ടന്റെ സപ്പോർട്ടില്ലാണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അതുപോലെ ആയിരുന്നു കുഞ്ഞോള് കിടന്ന് കാണിച്ചു കൂട്ടിയത്. ആദിക്കുട്ട, എവിടെ വാ? എന്താണ് ഡാർലിംഗ് ഷാനു, fall in love with me? പോടാ അവിടുന്ന്. ഞാൻ പോവില്ല ഷാനു. കുറെ കാലം വെയിറ്റ് ചെയ്താ ഞാൻ വലിയ കുട്ടിയാവും. അപ്പൊ എനിക്ക് ഷാനുവിനെ കല്യാണം കഴിക്കാലോ? അയ്യോടാ, മനസ്സിലിരിപ്പ് നോക്കാവന്റെ. അപ്പോ ദേവി, അതേ, നീ എന്തൊക്കെയാ ചിന്തിക്കുന്നത്? ചന്ദ്ര, വണ്ടി എടുക്ക്. ശരി അങ്ങുന്നേ. അച്ഛാ. രമേശ്, എന്താ മോനെ? അച്ഛൻ പോവാൻ തീരുമാനിച്ചോ? ആടാ. സൂക്ഷിച്ചു പോയിട്ട് വാ. ഏട്ടാ,
ഭരത എന്താ മോനെ? ഏട്ടാ, ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോണോ? ഞാൻ കൂടെ വരട്ടെ? ഏയ് അതിന്റെ ആവശ്യമില്ലടാ. വലിയ തിരുമേനോട് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞത്. എന്നാലും ഏട്ടാ, നമ്മളോടൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞതല്ലേ ഏട്ടൻ ഒറ്റയ്ക്ക് വിടാൻ. നീ പേടിക്കണ്ട, നമ്മുടെ വീരകാലം തെയ്യം എല്ലാം നോക്കിക്കോളൂ. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ്. ശരി മോനെ. ദേവേട്ട, നീ എഴുന്നേറ്റോ? ഞാൻ കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി. സാരില്ല, ഇന്നലത്തെ നിന്റെ തെയ്യം നല്ല രസമുണ്ടായിരുന്നു. ദേവേട്ടനത് കണ്ടിരുന്നോ? പക്ഷെ ദേവേട്ടൻ വീട്ടിൽ പോയെന്ന് പറഞ്ഞിരുന്നു. ഇല്ല, ഞാൻ തിരിച്ചു വന്നു. ഓ, എന്നാ ദേവേട്ടനോട് കിടക്ക്, ഞാൻ ഇന്ന് എല്ലാവരും പോയി കണ്ടിട്ട് വരാം. അവര് പറഞ്ഞ പോലെ ഒരു വ്യത്യാസം എനിക്ക് അവളെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ എന്താ അവരെ ഉദ്ദേശിക്കുന്നത്? തിരുമേനി, വലിയ തിരുമേനി. കയറി വരൂ ജനാർദ്ദന. തിരുമേനി വരാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് അത് അവിടെ വെച്ച് പറയാൻ സാധിച്ചില്ല. കുട്ടികളാണ്, അവർക്ക് ഒരുപാട് സംശയങ്ങൾ വരും. അതിനൊക്കെ ഉത്തരം കൊടുത്തു നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. തനിക്കറിയാലോ, എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നവർക്ക് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ തോന്നും. തിരുമേനി പറഞ്ഞു വരുന്നത്? ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ അവിടെയുള്ള ശത്രു അതെല്ലാം അറിയും. അതുകൊണ്ടാണ് തന്നെ മാത്രം വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. താൻ വിചാരിക്കുന്ന പോലെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമല്ല, ഒരുപാട് പേര് അവിടുത്തെ പുനർജന്മങ്ങളാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല തിരുമേനി. ചില സത്യങ്ങൾ അങ്ങനെയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടേതല്ലാത്തതായിരിക്കും നമ്മുടേതാവുക. അവിടെ ബന്ധങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ല, പകരം പ്രതികാരം മുന്നേറി വരും. തനിക്ക് ഇനി ഞാനൊരു കഥ പറഞ്ഞു തരാം. മഹാരാജാവ് ധരൺ സേനയുടെയും മഹാറാണി ശോരികാദേവിയുടെയും മരണത്തിന് ശേഷം ആ കൊട്ടാരത്തിന്റെയും രാജ്യത്തിന്റെയും നില പൂർണ്ണമായി മാറി. ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വീണു. ദുഃഖം അവരെ വിഴുങ്ങി. അന്യ രാജക്കാരും മറ്റു രാജാക്കന്മാരും അതിക്രമിച്ചു കയറി ചൂഷണം തുടങ്ങി. അങ്ങനെ അവിടം ഒരു അരാജകത്വമായി മാറി. ഞങ്ങളെ രക്ഷിക്കാൻ ഇനി ആരുണ്ട്? അതായിരുന്നു അവിടുത്തെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരുന്ന ചോദ്യം. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി അവിടുത്തെ കാടുകൾക്കിടയിലൂടെ ഒരു കുതിര പായുന്നത് ആളുകൾ കണ്ടു. അത് സാധാരണ കുതിരയല്ലായിരുന്നു. അത് ധരൺ സേന, അവരുടെ മഹാരാജാവിന്റെ സ്വന്തം കുതിരയായിരുന്നു. ശത്രുക്കൾ ജനങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോൾ ആ കുതിര മുന്നോട്ട് ചാടി ജനങ്ങളെ രക്ഷിക്കാൻ തുടങ്ങി. പിന്നീട് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി അവരുടെ മഹാരാജാവ് ധരൺ സേന മരിച്ചിട്ടില്ല. അദ്ദേഹം ആത്മാവായി തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ കുതിരപ്പുറത്ത് വരികയാണെന്ന്. കാലം കടന്നുപോയി. അവിടുത്തെ ജനങ്ങൾ ശൂരികയെയും ധരനെയും ദൈവങ്ങളായി ആരാധിക്കാൻ തുടങ്ങി. അവരുടെ പ്രതിഷ്ഠകൾ നിർമ്മിച്ച് കൈകൂപ്പി കുമ്പിടാൻ തുടങ്ങി. അവരെ വീരനെന്നും ശൂരികാദേവി എന്നും വിളിച്ചു. പിന്നീട് ആ വിഗ്രഹങ്ങളിൽ വീരധരൻ സേനയുടെയും ശൂരികാദേവിയുടെയും ആത്മാക്കൾ പാർത്തു തുടങ്ങിയെന്ന് അവർ വിശ്വസിച്ചു പോന്നു. അവിടുത്തെ ജനങ്ങൾ സമാധാനം എന്താണെന്ന് അറിഞ്ഞു, സന്തോഷം എന്താണെന്ന് അറിഞ്ഞു. അവിടെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. പിന്നീട് കാലഘട്ടം മാറി. കേരളത്തിൽ മഹാരുദ്രവീരന്റെ മുത്തശ്ശനായ രാജാവ് ദേവദത്തൻ ഭരണത്തിലെത്തിയിരുന്നു. തന്റെ രാജ്യത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയിരുന്നു. എവിടെയും അസുഖങ്ങൾ, മരണങ്ങൾ, ദുഃഖം മാത്രം. ദേവദത്തൻ തന്റെ ഗുരുവിനെ സമീപിച്ചു. ഇതിന് കാരണം എന്താണെന്നറിയാൻ. ഗുരു അല്പനേരം നിശബ്ദനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങാൻ. ഈ രാജ്യസന്ദർശനത്തിനിടയിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഉത്തരം അവിടെ തന്നെ കാത്തിരിപ്പുണ്ടാവുമെന്ന്. കേൾക്കേണ്ട താമസം ദേവദത്തൻ രാജാവ് യാത്ര തിരിച്ചു. അങ്ങനെ രാജ്യങ്ങളായ രാജ്യം കറങ്ങി. അവസാനം അദ്ദേഹം ആ ചൈനീസ് ദേശത്തെത്തി. അവിടെ അദ്ദേഹം കണ്ടത് വീരന്റെ പ്രതിഷ്ഠയായിരുന്നു. ആ പ്രതിഷ്ഠയ്ക്ക് പ്രത്യേക ഒരു തിളക്കമുണ്ടായിരുന്നു. ആ ശക്തി അദ്ദേഹത്തെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം അവിടെ അപ്പോൾ തുടർന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിന്റെ നേരെ നീങ്ങി. തനിക്ക് ഈ വിഗ്രഹത്തെ തരുമെന്ന് ചോദിച്ചു. എന്നാൽ രാജാവും ജനങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങൾ കൊടുക്കില്ല എന്ന്. പക്ഷെ രാജാവ് അവരുടെ കാലിൽ വീണ് അപേക്ഷിക്കാൻ തുടങ്ങി. തന്റെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ദാരുണമാണ്. എല്ലാവരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ എല്ലാ സ്വത്തും ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായി. അവർക്കും മനസ്സിലായി ഈ ദൈവം മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന്. അവസാനം അവർ ആ പ്രതിഷ്ഠ രാജാവിനെ കൈമാറി. മടങ്ങും മുമ്പേ രാജാവ് അവർക്കൊരു വാക്ക് കൊടുത്തു. അവരുടെ ദൈവത്തെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കണ്ടുപോകാമെന്ന്. തുടർന്ന് രാജാവ് അതിനെ തന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കൊട്ടാരത്തിൽ പ്രതിഷ്ഠിച്ചു.
അന്നു മുതൽ ആ ദൈവത്തെ വീരകാലൻ എന്ന് വിളിച്ചു തുടങ്ങി. രാജാവിന്റെ മകനും ഭാര്യയ്ക്കും വർഷങ്ങളായി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രതിഷ്ഠ നടന്ന ദിവസം തന്നെ അവർക്ക് ഗർഭാവസ്ഥ ശിശുവിന്റെ സാന്നിധ്യം തോന്നി. ജനങ്ങളുടെ അസുഖങ്ങൾ പെട്ടെന്ന് മാറുന്നതുപോലെയും തോന്നി. ധാരണ എവിടെയുണ്ടോ അവിടെ ശൂരികാ ദേവിയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പ്രതിഷ്ഠയിൽ ദേവിയും ജീവിച്ചിരുന്നു. അങ്ങനെ ആ ദിവസം 2 ജീവൻ 2 അമ്മമാരുടെ ഗർഭത്തിൽ ജനിച്ചു. ഒന്ന് മഹാരുദ്രവീരൻ, മറ്റൊന്ന് പ്രേയസി. പക്ഷെ വിധി വീണ്ടും അവരെ വിടാതെ പിന്തുടർന്നു. ആ ജന്മത്തരം ശത്രുക്കൾ അവരെ ഒന്നിക്കാൻ അനുവദിച്ചില്ല. വർഷങ്ങൾ പിന്നിട്ടു. പക്ഷെ അവരുടെ കഥ അവിടെ അവസാനിച്ചില്ല. വീണ്ടും അവർ ജനിച്ചു. അവരിപ്പോ നിങ്ങളുടെ പേരക്കുട്ടികളാണ്. അന്ന് രാജഗുരുവായി നിന്നിരുന്ന നിങ്ങൾ ഓലയെഴുത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. 1-ൽ പിഴച്ചാൽ 2, 2-ൽ പിഴച്ചാൽ 4 എന്ന്. അത് തന്നെ സംഭവിച്ചു. 2 ജന്മങ്ങൾക്ക് ശേഷം അവർ 3ാമത് ജന്മം എന്നെടുത്തത് 3ഉം 4ഉം ഒരുമിച്ചെടുത്തു. ആദിയും അഗ്നിയുമായിട്ട്. ആ ഓലയെഴുത്തിന് നിങ്ങളൊരു പേരിട്ടു, പ്രേമശോധ എന്ന്. പ്രേമശോധ എന്ന് പറഞ്ഞാൽ അത് സംസ്കൃത ഭാഷയാണ്. പ്രേമ എന്ന് പറഞ്ഞാൽ പ്രണയം, ശോധ എന്ന് പറഞ്ഞാൽ പ്രതികാരം. പ്രണയവും പ്രതികാരം തീർന്ന അവരുടെ ജീവിതത്തെ നിങ്ങൾ ഓലയെഴുത്തിലാക്കി. ആ പ്രതികാരമാണ് അവരെ വീണ്ടും ജനിപ്പിച്ചത്. ഇനി ആ പ്രതികാരം വിട്ടതെ അവർ മടങ്ങി പോവുകയുമില്ല, ശാന്തമാവുകയുമില്ല. നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് പഴയ ജീവിതം കിട്ടണമെങ്കിൽ അവരുടെ പ്രതികാരം അവർ വീട്ടിയേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് കണ്ണടച്ചേ പറ്റൂ. എങ്കിലും വലിയ തിരുമേനി ഞാനിതെങ്ങനെ? ചില ജന്മങ്ങൾ അങ്ങനെയാണ്. ശരി തിരുമേനി. ഇനി ഞാൻ പറഞ്ഞതുപോലെ താനിതെല്ലാം അവരോട് പറയണം, കേട്ടോ? ശരി തിരുമേനി, ഞാനെന്നാ മടങ്ങുകയാണ്. ഈ അക്ഷരമാലയില് ആ എന്തിനാന്നറിയോ? അത് വെറുതെ ഒരു ഭംഗിയൊക്കെയാണ്. നിങ്ങൾ അതൊന്നും പഠിക്കണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കും. അതൊക്കെ പഠിക്കൂ. ആശ, ഞാൻ എന്തിനിങ്ങനോട് ആ നേരത്തെ ചൂടായത്? വെറുതെ ഞാൻ പോയി മുട്ടിയിട്ട്. സാരില്ല, പോയി സംസാരിക്കാം. അതെ, സോറി, ഞാൻ നിന്റെ മുമ്പിൽ വരുന്നത് വെച്ചിട്ടുള്ള സോറി. എങ്ങോട്ടാ പോകുന്നത്? നീയല്ലേ കൺമുമ്പിൽ കണ്ടുപോരുന്നു പറഞ്ഞത്. സോ ഞാൻ പൊക്കോളാം. ഓ, ഏത് നേരത്താണോ എന്തോ. എന്താ ആലോചിച്ചിരിക്കുന്നേ? അല്ല, ഞാൻ ആ കൈലുന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്ത്? അവന് ശോരികയുടെ അച്ഛനൊക്കെ ആവാൻ പറ്റിയില്ലേ കഴിഞ്ഞ ജന്മത്തിലും? നമ്മ ഒന്നായില്ലല്ലോ. അതിനിപ്പോ എന്താ? അവൻ കഴിഞ്ഞ ജന്മത്തിലുണ്ടാവുമ്പോ ഞാൻ ഉണ്ടാവേണ്ടതല്ലേ? ആ ഞാനില്ലാത്തത് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. ഈവൻ ആ സച്ചു വരെ കുതിരയായിട്ട് ജനിച്ചു. എന്നിട്ട് ഞാൻ എന്റെ ആരുഷട്ടെ നിസ്സാര കാര്യത്തിനെ കിടന്ന് വെച്ചുണ്ടാക്കണേ. എനിക്കത് നിസ്സാര കാര്യല്ല എന്റെ കുഞ്ഞി. അവനിനി ജാടിട്ട് കിടക്കൂലേ? എന്റെ ദൈവമേ, നിങ്ങളടുത്ത് ഒന്നും ഞാൻ പറയാനില്ല. അങ്ങോട്ട് ഒഴിക്കിരാമ, എനിക്കിന്ന് കുടിച്ച് ചാവണം. അയ്യേ, എന്താണ് നിന്റെ പ്രശ്നം? ഞാനാ കഴിഞ്ഞ ജന്മത്തിൽ അവളുടെ മാമൻ. നിനക്ക് നിന്റെ പഴയകാലൊക്കെ ഓർമ്മ വന്നാ? പിന്നെ അതല്ല കുഞ്ഞോളെ ഞാൻ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കാറില്ലേ, വാശി കയറ്റാറില്ലേ? എന്തിനെ കരയിപ്പിച്ചിട്ട് കൂടിയില്ലേ അവളെ മിഠ എടുത്ത് തിന്നിട്ട്? അത് ശരിയാണ്. അപ്പൊ അത് വെച്ച് ഊഹിച്ചാ പോരെ, ഞാൻ തന്നെ മാമൻ. ഓ അളിയ, ദിസ് ഈസ് സോ സാഡ്. എന്തായാലും അളിയൻ മരിക്കാൻ പോവല്ലേ? അളിയന്റെ സ്വത്തുക്കളൊക്കെ പെങ്ങൾക്കും പിള്ളേർക്കല്ലേ എഴുതി വെച്ചേക്കുന്നേ? എന്തേ? അല്ല, കുറച്ചെനിക്കും. ചത്താലും നിനക്ക് ഒരംശം ഞാൻ തരില്ലടാ. നിന്റെ പെങ്ങളെ കഷ്ടപ്പെട്ട് നോക്കണതും പോരാഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് ഞാൻ സ്വത്തും കൂടി എഴുതി തരാടാ. പക്ഷെ നിങ്ങൾ വെറുതെ ഒരു നാറികളിനാവരുത്തിട്ടാ. ഞാൻ ആവൂടാവും. നീ എന്റെ സ്വത്തില് കണ്ണു വെച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നോക്കിക്കോടാ, ചത്താലും ഞാൻ നിനക്ക് അതിൽ ഒരു അംശം തരില്ല. അല്ലേലും ഇവനൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. നീ എനിക്കിതാ, നമ്മ ട്വിൻ ബ്രദേഴ്സ് അല്ലേ? ബ്ലഡ് അല്ലേ? ബ്ലഡ് നിനക്ക് ഞാൻ തരാൻ പോണേ അല്ലേ? തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. ഉള്ളവന്മാരൊക്കെ അങ്ങ് പോകും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനും ആരും കാണത്തില്ല. ഹൃദയം മുറിയും
അയ്യയ്യേ, എന്റെ അച്ഛനെ എവിടുന്ന് കിട്ടി ഇങ്ങനത്തെ മണക്കൊണാഞ്ചന്മാരായ മരുമക്കളെ? അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. എന്താണ് നിങ്ങൾ ഇവിടുന്ന് കാണിക്കുന്നത്? അവിടെ ഒരു സീരിയസ് കാര്യം നടക്കുമ്പോ ഒക്കെ ഇവിടെ നിന്ന് കോമഡി എടുത്തടിക്കുക. അല്ല കൊച്ചച്ച, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ല, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തന്നെയാ കുഞ്ഞോളുടെ കാലൻ. ഇവ നന്നാവൂല. ജഗുവേട്ട ഒന്ന് വരോ? എന്തേടി? ഒരു കാര്യം. ആ, എന്തുറ്റി? അച്ഛൻ കോളിലുണ്ട്. എന്നാ അതെന്താ അവിടെ വെച്ച് തന്നാല്? അച്ഛൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടാ. ഹലോ അച്ഛാ. എടാ, ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഞാൻ പറയുന്നവരൊക്കെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാവരോടും അമ്പലത്തിലേക്ക് പോകാൻ പറയണം. എന്തോ പറ്റി അച്ഛാ? ഇപ്പൊ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഇപ്പൊ എനിക്ക് ആകെ വിശ്വാസമുള്ള നിന്നെ മാത്ര. നീ എങ്ങനെങ്കിലും ബാക്കിയുള്ളവരെ ഒഴിവാക്കണം. ഞാൻ പറയുന്നവരവിടെ നിർത്തുകയും വേണം. അച്ഛൻ പറ. മുത്തശ്ശ എന്താ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? പറഞ്ഞവരൊക്കെ വന്നോ? ആ, വന്നുകൊണ്ടിരിക്കുക. കുഞ്ഞോളെ, മോളെ എല്ലാ സത്യങ്ങളും അറിഞ്ഞെന്ന് കരുതുന്നു. ആ മുത്തശ്ശ, ദേവേട്ടൻ പറഞ്ഞു. നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ ഓരോ പുനർജന്മങ്ങളാണ്. നമ്മളാ മുത്തശ്ശ? ഞങ്ങളും? അതെ. ഇവളും? ഓ, ഇന്ന് വേഗം നടക്കടാ. ഓ, എന്റെ മോനെ, ഞാൻ നടക്കാണ്. ഡേടാ, കുഞ്ഞു പിള്ളേർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. നിന്നോടൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റും. നീക്ക് എന്ത് ഇവിടെ? ഒന്ന് പോ മനുവേട്ടാ, ഞങ്ങൾ മുത്തശ്ശൻ വിളിച്ചാണ്. മുത്തശ്ശ, ഇവന്മാര് പുനർജന്മാണോ? അതെ. ഞങ്ങളോ? എടാ വിളിച്ചടാ. അതെ വച്ച, ഞങ്ങൾ ആരായിരുന്നു മുത്തശ്ശ അന്ന്? എന്ത് സംശയം? കഴിഞ്ഞ ജന്മത്തിൽ ഈ സച്ചിട്ട് പോലെ വല്ല കുതിരിയാ? ഇവര് കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു? കുഞ്ഞ് ആരുവും ധരന്റെ അച്ഛനമ്മയായിരുന്നു. ഷാനുവും കൈലാസും കഴിഞ്ഞ ജന്മത്തിലെ ശോരികയുടെ അച്ഛനമ്മയായിരുന്നു. ഈശ്വര, ഞങ്ങളോ? പിന്നെ കാർത്തിയും ശ്രാവണും. നിങ്ങൾ രണ്ടുപേരും ഗംഗ യമുനയായിരുന്നു. അയ്യേ, പെണ്ണുങ്ങളോ? അല്ലേ നീ പൊട്ടന്മാർ, അതൊക്കെ തന്നെ ആവുള്ളൂ. ഭാഗ്യം, ഒന്നിലേറെ തലെടുപ്പുള്ള കുതിരായില്ലോ ഞാൻ. എന്ത് കഷ്ടമാണ് മുത്തശ്ശി ഇത്. ഞാൻ ഗംഗാവ യമുനയല്ലേ? ഐ ആം റിയലി സോറി മോനെ. നീ യമുനയും അവൻ ഗംഗയും. അതെനിക്ക് ഇഷ്ടാടാ. അല്ലേലും ബോധമില്ലാത്ത ആ യമുന നീ തന്നെയാണ്. അതെന്താ, ഗംഗയ്ക്ക് അത്ര ബോധമുണ്ടോ? ഇല്ലേ? ഇല്ല. മുത്തശ്ശ, ഓ, എല്ലാം ഒന്നും മിണ്ടാണ്ടിരിക്കോ. നിങ്ങളൊക്കെ വിഷയത്തിൽ നിന്ന് തെന്നിമാറണ്ട. അല്ല മുത്തശ്ശ, അപ്പൊ ഈ ഷാനു? ഭദ്രയ്ക്ക് അഗ്നിയാണെങ്കിൽ ഷാൻവികയ്ക്ക് ആദി തന്നെ. ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നിച്ചേ പറ്റൂ. ആരെതിർത്താലും ഞാൻ നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കും. നീ ആരെയാണ് നോക്കണത്? അത് ഞാൻ ചാർമി മോളെ. എന്തിന്? അല്ല, ഇവരൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ എന്തായാലും അവളുണ്ടാവില്ലേ? അത് ശരിയാ, വല്ല പെൺകുതിരയായിരിക്കും. തൊണ്ടി, ഞാൻ നിന്നെ എന്തോ ഉണ്ടാക്കാൻ വന്ന്. എനിക്കൊരു മനസ്സുക. മുത്തശ്ശൻ പറഞ്ഞു വരുന്നത് ശോരികാദേവി ഷാനു ആണെന്നാണോ? അതെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. അപ്പോ വീരകാലം തെയ്യം അത് ആദ്യമാണോ മുത്തശ്ശ? ആദ്യ തന്നെ. ഇവരെല്ലാം അറിയാമെങ്കിൽ ആ ശത്രു ആരാണെന്നൊന്ന് പറയൂ മുത്തശ്ശ. പറയാം. ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ. എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ
തിരുമേനി എന്നാ ഞാൻ മടങ്ങുകയാണ്. വരട്ടെ ജനാർദ്ദന, ഇപ്പോ പോകേണ്ട. എന്തു പറ്റി വലിയ തിരുമേനി? ഒരപകടം ഞാൻ കാണുന്നുണ്ട്. തിരുമേനി പറഞ്ഞു വരുന്നത് തന്നെ കൊല്ലാൻ ആരോ നോക്കുന്നുണ്ട്. താനിപ്പോ തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കണം. ആ അപകടം നടക്കേണ്ടതാണ്. തന്റെ വണ്ടിയിൽ എന്റെ കുറച്ച് ശിഷ്യന്മാരെ ഞാൻ പറഞ്ഞയക്കും. അവർക്കൊരാപത്തും വരുത്താതെ ഞാൻ നോക്കിക്കോളാം. എന്നോട് എന്തിനാ? ഇപ്പോ താൻ ആരാണ് അതിനു പിന്നിലെന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? താൻ ഇതെല്ലാം തന്റെ കുടുംബത്തിനോട് പറയുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലാതാക്കിയാൽ അത് പറയില്ലല്ലോ. പക്ഷെ തന്റെ കാര്യത്തിൽ ഒരുപക്ഷെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് തന്നോട് ഇവിടെ ഇരിക്കാൻ പറയുന്നത്. അവൻ ഇത്രയും കണ്ട് സ്നേഹിച്ച് എനിക്ക് തന്നെ ഇത്. ജനാർദ്ദന, ഒരിക്കലും ബന്ധത്തിന്റെ ആഴം വെച്ച് കണക്ക് കൂട്ടരുത്. തന്റെ ജീവിതത്തെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ ഏതൊരു മനുഷ്യനും സാധിക്കും. സ്വാർത്ഥനാണ് മനുഷ്യൻ. എന്നെ കൊല്ലാൻ നോക്കി അവന് ശോരിക ആരാണെന്ന് അറിഞ്ഞാൽ അവളെ കൊല്ലാൻ സാധിക്കും. കുഞ്ഞോളുടെ മേത്ത് ആ ശക്തി കയറിയതുപോലെ ഷാനുവിന്റെ ദേഹത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിന് ഒരിക്കലും മറ്റൊരു ശക്തി ഏറ്റുവാങ്ങാൻ സാധിക്കില്ല. കാരണം ഇതിനോടകം അവന് ശക്തി ലഭിച്ചു കാണും. ഇന്ന് പലതിന്റെയും അവസാനവും തുടക്കവുമാണ്. ആരൊക്കെ മരണപ്പെടുമെന്ന് യാതൊരു നിശ്ചയവും എനിക്കില്ല. എങ്കിലും വീരകാലം തെയ്യം എല്ലാവരും രക്ഷിക്കട്ടെ. ഡാ, രക്ഷിക്കണേടാ. ഞാനാ എന്തിന്? നീയല്ലേ വീരകാലം തെയ്യം? അതിന് നീ ഞങ്ങളെ രക്ഷിക്കണം. പോടാ പന്നി, എനിക്കൊരു കുന്തം ഓർമ്മയില്ല. ഞാനാണ് ഇനി നിങ്ങളൊക്കെ രക്ഷിക്കാൻ പോകണം. മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ, കാലവും സമയവും സന്ദർഭവും സാഹചര്യവും എന്തോന്ന്? അല്ല, അതൊക്കെ കൂട്ടിച്ചേർന്ന് വരുമ്പോ നിനക്കെല്ലാം ഓർമ്മ വന്നാലോ? ഇപ്പൊ കാണാം. ഇനി എല്ലാരും പോയി റെഡി ആയിട്ട് വാ, അമ്പലത്തിലോട്ട് പോണം. ശരി മുത്തശ്ശ. ഇപ്പൊ ഏട്ടനെല്ലാം മനസ്സിലായില്ലേ? ആദി, സ്റ്റിൽ ഐ ഡോണ്ട് ബിലീവ് ദിസ്. എന്റെ മോനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. എടാ, ഈ ധരന്റെയും രുദ്രന്റെയും സോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാ നീ എന്താ ഉദ്ദേശിക്കണേ? എടാ, നീ സ്വഭാവം ഒന്ന് നോക്കിയേ. ആ രുദ്രൻ എന്ന് പറഞ്ഞ എന്ത് നല്ല മനുഷ്യനാ. അതെങ്ങനെ ഈ അഗ്നിയായി? പിന്നെ വീരധരൻ സേൻ, പുള്ളിക്കാരനാണെങ്കിൽ ഒടുക്കത്ത് കോൾഡ്. അത് ഈ കോഴിയായ ആദ്യം. എനിക്കൊരു കണക്ഷൻ അങ്ങോട്ട് പിടിയിട്ടണില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്നെ എന്ത് പറയും? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കുതിരയായിരുന്നു. ഞാനിപ്പോൾ മനുഷ്യനായിട്ടാണെങ്കിൽ ഇതും സ്വാഭാവികമായിരിക്കും. അത് ശരിയാണ്. അല്ലെങ്കിൽ ഓരോ ജന്മങ്ങൾക്കും ഓരോ ഇതുകളുണ്ടല്ലോ. വാ, നമുക്ക് പോവാം. ശരി. എന്താടാ, എന്ത് പറ്റി? ഇവിടെ എനിക്ക് സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നില്ലടാ. എന്നെ ഒന്ന് കാണിച്ചും കൂടില്ല. ഞാൻ ചത്തുപോയില്ലേ? നിന്റെ ധീരതയെ പറ്റി ഒന്ന് പുകഴ്ത്തിയെങ്കിലും പറഞ്ഞില്ലേ? എന്നൊന്ന് കാണിച്ചും കൂടിയില്ല. രാജാവാണെന്ന് പറഞ്ഞ് കൊന്ന്. ബട്ട് സ്റ്റിൽ ഇത്ര ഹൈപ്പ് കിട്ടിയിട്ടൊന്ന് കാണിക്കാണ്ട് പോയതേ. അല്ലെങ്കിൽ എന്താ, നമ്മുടെ ഭാര്യമാരെ കാണിച്ചില്ലേ? അതന്നെ ധാരാളം. അത് പറഞ്ഞപ്പോഴാ നീ അവളെങ്ങനെ ഭാര്യയും ഭർത്താവേ കണ്ണി കണ്ടടിയാണല്ലോ. അത് ഞാൻ ആലോചിക്കാതില്ല. മേ ബി ഞാൻ ചത്തുപതി ഇവള് കൊന്നതാണെങ്കിലോ? അവള് നോക്കണുണ്ട്. എന്നാ ഞാൻ നൈസായിട്ടൊന്ന് മുങ്ങണേ. ഭദ്ര, നീ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. ഇതൊക്കെ കേട്ടപ്പോ ഭദ്ര നോക്ക്, എനിക്ക് ഇതിനോടൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാനിത് വിശ്വസിക്കാനും പോകുന്നില്ല. പക്ഷെ നിന്നോട് ഞാനൊരു കാര്യം പറയാം. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം നിന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ ഞാൻ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ആൻഡ് ഐ ലവ് യു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതൊരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാണ്ട് പറ്റിയതാ. എന്താ? അത് അന്ന് നിങ്ങൾ വന്ന ദിവസം ഞാൻ കുളി കഴിഞ്ഞ് വരായിരുന്നു. അപ്പോൾ ഡ്രസ്സ് പോയ സമയത്ത് ബാക്കിൽ ആദ്യേട്ടൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ആദ്യേട്ടൻ എൻ്റെ ശരീരം മുഴുവനും കണ്ടു. നിന്നോടാരാ പറഞ്ഞേ അത് ആദ്യാണെന്ന്? അന്ന് ഞാൻ അങ്ങനെയാ കണ്ടത്. അങ്ങനെ കണ്ട അത് ആദ്യാണെന്ന് ഉറപ്പിക്കുകയാണോ? ദേവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ ശരീരം കണ്ണ് നിറച്ച് കാണാനുള്ള ഭാഗ്യം ഒരിക്കലും അവനുണ്ടാവില്ല. അത് ഈ ദേവന്റെ മാത്രം അവകാശമാണ്. നിന്റെ മാരടത്തിലുള്ള മറുകു പോലും അത് എനിക്ക് നുണയാനുള്ളതാണ്.
ദേവേട്ടാ. നീ എൻ്റെ മാത്രം. മതി എൻ്റെ പെണ്ണെ, ഇത് എത്ര നേരെ കരയണു? നിങ്ങൾക്കറിയോ ഞാൻ എന്തോരം പേടിച്ചെന്ന്? ഞാൻ കരുതി ഇനി നിങ്ങൾ എനിക്ക് കിട്ടില്ല എന്ന്. ഒരുപക്ഷെ ശരിക്കുള്ള ശോരിക വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? മാത്രല്ല എല്ലാവരും പറഞ്ഞതുപോലെ കുഞ്ഞോളായിരിക്കും ശോരിക എന്ന് വിചാരിച്ചു. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എത്ര ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന്. അത്ര ഇഷ്ടമാണ് എന്നെ? നിങ്ങൾ എന്നെ പ്രണയിക്കുന്നതിനേക്കാൾ. ഏയ്, അതൊരിക്കലും ആവാൻ പോകുന്നില്ല. അതെന്തായാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കുറവാണ് നീ സ്നേഹിക്കുന്നത്. അല്ല അല്ല അല്ല. ആണ് ആണ് ആണ്. ഞാൻ ഇനി നിങ്ങളോട് മിണ്ടൂല. അയ്യോ, അങ്ങനെ പറയല്ലേ. എന്നേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനൊന്നും പറയാൻ പാടില്ല. നീ പോടെ പട്ടി. അങ്ങനൊന്നും വിളിച്ചൂടാ ബേബി. പിള്ളേരെ, നമ്മളിപ്പോ ഒരു യുദ്ധത്തിന് പോവുകയാണ്. ഓക്കെ മുത്തശ്ശ. പറഞ്ഞു തീരട്ടെ കുരുപ്പേ. യു കണ്ടിന്യൂ. ഓക്കെ, ഐ കണ്ടിന്യൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോ ഒരു യുദ്ധത്തിന് പോവുകയാണ്. ആർക്ക് വേണം എന്ത് വേണം സംഭവിക്കാം. നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഇതൊരു ജീവമരണ പോരാട്ടമാണ്. ഇതിൽ ആര് ജയിച്ചാലും അവൻ ജയിക്കരുത്. പിള്ളേരെ, അടിച്ചു കയറി വാ. സ്ലോ മോഷൻ, സ്ലോ മോഷൻ. അയ്യ, എന്താണ്ട് മറന്നല്ല. നിന്റെ പോലീസുകാരോട് കാര്യം പറയാൻ മറന്നു. എന്നാ മുത്തശ്ശ, ഞങ്ങൾ പോയിട്ട് പോലീസിനോട് കാര്യം വേണ്ടി വേഗം വരാം. ചെല്ലി ചെല്ലി. എല്ലാവർക്കും തന്നിക്കുന്ന പണിയൊക്കെ കറക്റ്റ് ചെയ്തോളൂ. എല്ലാം പ്ലാൻ പോലെ നടക്കണം. ഇല്ലെങ്കിൽ അവസാനം ഇവിടുത്തെ ആൾക്കാർക്ക് ഇതിന് പറ്റും. ഇല്ല മുത്തശ്ശ, ഒക്കെ നമ്മുടെ കൺട്രോളിലാണ്. ഇതാരാ പുതിയ അവതാരം?